ഞങ്ങളിവിടെ കിടക്കുന്നുണ്ട്, ഞങ്ങൾ അഭയാർത്ഥികൾ, എൻ്റെ വീട്ടുകാർ ഇവിടെ കിടക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? പറയുന്നതിനൊരു മാന്യത വേണം. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, രേണുവിൻ്റെ ഒക്കെ വീട് ഈ മുറ്റത്ത് നിന്ന് നോക്കിയാൽ കാണാം. അതാണ് സുധിച്ചേട്ടൻ്റെ മക്കളുടെ വീട്. ഞാനും ഹസ്ബൻഡും ജോലിക്ക് പോകുമ്പം മക്കൾ തന്നെയുള്ള വീട്ടിൽ അവിടെ പപ്പായും അമ്മയും ഉണ്ട്. കുഞ്ഞുങ്ങളെ 3 പേരെ പപ്പായും അമ്മയാണ് നോക്കുന്നത്. പിന്നെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ള ഞാൻ നേഴ്സാണ്. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ള സമയത്ത് മക്കൾ അവിടെയായിരിക്കും. ഈ മക്കളെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കണം. ഇതുപോലെ ഞാൻ മോശമായിട്ട് കമൻസ് ഇടുന്നവരോടൊരു അപേക്ഷയാണ്, ഞങ്ങൾക്കും ജീവിക്കണം. ഇങ്ങനെ പോയി ഇത് മുഴുവൻ വിട്ടിരിക്കുക, ഈ ഭിത്തി മുഴുവനും ഇതുപോലെ വിട്ടിരിക്കുക. ഇതാണ് തേപ്പ്, കണ്ടോ? ഈ ഓടിട്ടിരിക്കുന്ന ഇത് മേളിൽ ഒരു വീതി, താഴെ വീതി കുറവ്. ഇവിടെ ഒരു മതിൽ ഇതാരോ സ്പോൺസർ ചെയ്തെന്ന് അന്ന് അറിയുന്ന ആരാന്നും എനിക്ക് വ്യക്തമല്ല. ഇത് ഈ 2 മീറ്റർ മേലുള്ള ഇത് അടിയിലൊന്നും ഇല്ലാതെ ചുമ്മാ കട്ട കെട്ട് പിടിച്ചാൽ നിൽക്കുമോ? ഏത് മനുഷ്യനാണ് അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ഇതൊക്കെ മറച്ചു വയ്ക്കാനായിട്ട് ഇതൊന്നും വെളി വരുത്. രേണു സുധി പറയുന്ന കള്ളമാണ്, അവരുടെ വീട്ടുകാർ പറയുന്ന കള്ളമാണ്, ഞങ്ങൾ കൊല്ലംകാർ താമസിക്കാനാണ് വീടുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും ഒരു അർത്ഥവുമില്ല. അവിടെ കാണുന്നത് എന്നാന്ന് പറഞ്ഞാൽ തേപ്പ് ഉൾപ്പെടെ വെള്ളം നനഞ്ഞ് പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിള്ളേർ നമുക്കല്ല ഞങ്ങളുടെ വീടല്ല, ഈ കുഞ്ഞ് ഈ 5 വയസ്സുകാരൻ്റെ കാര്യം ആര് പറയും? അവർ താമസിക്കണ്ടല്ലേ? കിച്ചുവിനെ പോലെ തന്നെ കിച്ചുവിൻ്റെ അതേ രീതിയിലുള്ളൊരു കുഞ്ഞാണ് ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ. കിച്ചുവിന് 20 വയസ്സായി, അവൻ വലിയ കുട്ടിയായി. ഇളയ കുഞ്ഞ് 5 വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിച്ചോ, നിങ്ങൾ ഏറ്റെടുത്തോ? ആരെങ്കിലും ഈ യോഗ്യനായിട്ട് കയറി ചെയ്യുന്നുണ്ട് യൂട്യൂബ് കൂടെ, രേണുചേച്ചി അങ്ങനെ പറഞ്ഞു, രേണുചേച്ചി ഇങ്ങനെ പോയി, രേണുചേച്ചി അതാണ്, രേണുചേച്ചി ഇതാണ് എന്ന് പറഞ്ഞ യോഗ്യന്മാരായുള്ള യൂട്യൂബർമാരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എടാ, ഈ കുഞ്ഞിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുമോ? നിങ്ങൾ ഒരു വാക്കെങ്കിലും നിങ്ങൾ പറഞ്ഞോ? എന്നാ യൂട്യൂബേഴ്സാടാ, നിനക്കുമൊക്കെ നീയൊക്കെ ചെറുപ്പക്കാരാണ്, നിനക്കുമൊക്കെ മക്കളും ഒക്കെ ഉണ്ടാകും. അതുപോലെ പ്രായമുള്ള അപ്പനും അമ്മയാണെങ്കിൽ നിനക്കൊക്കെ ഉണ്ടെങ്കിൽ നീയൊക്കെ അത് കരുതിക്കൂ. ഹലോ, നമസ്കാരം. ഞാൻ രേണു സുധിയാണ്. ഞാനിവിടെ നിൽക്കുന്നത് സുധിയിലയത്തിൻ്റെ മുന്നിലാണ് നമ്മുടെ. അപ്പം സുധിയിലയത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നത്. അപ്പം നിങ്ങൾ വീടിൻ്റെ അകത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു, വൃത്തിയില്ല, അതില്ല. അപ്പം പുറത്തും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും കള്ളമാണ്, ഞാൻ പറഞ്ഞ കള്ളമാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ പപ്പായ്ക്കാണ് അറിയുന്നത്. പപ്പ അത് കാണിച്ചു തരും. ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല, എനിക്ക് ഷൂട്ടിന് പോകാൻ ഞാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ പപ്പ ബാക്കി കാണിച്ചു തരും, കാണുക. ഈ ഭിത്തി ഒന്ന് നോക്കും, ഈ നനയുന്ന വശം മുഴുവൻ തേപ്പും ഈ പെയിൻറ്റും പോകുന്നത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ തൊട്ട് കാണിക്കാം. ഇങ്ങനെ ഇനിയിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആൾക്കാർക്ക് പെട്ടെന്ന് ഓർക്കും പിള്ളേർ വല്ല മാന്തി പറിച്ചാണ്. പിള്ളേർ മാന്തി പറിക്കുന്നില്ല. ഇത് കണ്ടോ, ഇതാണ് തേപ്പ്, കണ്ടോ? ഇത് നിങ്ങൾ കാണണം, നിങ്ങൾ കാണണം. ഇതാണ് ഈ വീട് തേച്ച് വെച്ചിരിക്കുന്ന സാധനം. നിങ്ങൾ കണ്ടോ, എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇത് പോവുക, ഇങ്ങനെ പോയി. ഇത് മുഴുവൻ വിട്ടിരിക്കുക, ഈ ഭിത്തി മുഴുവനും ഇതുപോലെ വിട്ടിരിക്കുക. എനിക്ക് ഞങ്ങൾക്കോ എൻ്റെ പിള്ളേർക്കോ ഇത് പറഞ്ഞ് ഇത് ഉണ്ടാക്കിയ ആളെ എഴുത്താനൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ ഈഴത്തുന്ന ഒരാളുമല്ല. ഞങ്ങൾക്ക് ദാനമായിട്ട് കുഞ്ഞുങ്ങൾക്ക് തന്നൊരു വീടല്ലേ എന്ന് ഓർത്ത് ഞങ്ങളിത് ഇക്കണ്ട കാര്യമെന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഇത് പറയാനും ഇത് വീഡിയോ എടുത്ത് ഈ ലോകരെ അറിയിക്കാൻ ഈ പൈസ മുടക്കി വരുന്നത് കാണണം. ഞങ്ങളെ മാത്രം തെറിയും ചീത്തയും വിളിക്കുകയും കുറേ യൂട്യൂബർമാരുടെ കൂടെ നിന്ന് ഇത് ഉണ്ടാക്കിയ ആൾ കൂടെ ഫിറോസ് എന്ന് പറഞ്ഞ KHDC അയാളെ ഞങ്ങൾ ദൈവത്തെ പോലെ ഞാൻ മനസ്സിലാക്കിയൊരു മനുഷ്യനാണ്. പിള്ളേർക്കൊരു വീട് തന്നെന്നും പറഞ്ഞു അങ്ങനെ ഞാൻ കരുതിയൊരു വ്യക്തി. അദ്ദേഹത്തിന് സാറേ എന്നല്ല ഞാൻ അഭിസംബോധന ചെയ്തിട്ടില്ല, അറിയോ? അങ്ങനെയുള്ളൊരു വ്യക്തി ഇതുപോലുള്ള പണി കാണിച്ചിട്ട് ഇപ്പം സോഷ്യൽ മീഡിയ വഴി വന്ന് രേണു പറഞ്ഞത് കള്ളമാണ്, ചോരുന്നില്ല, അത് 200% എനിക്ക് ഉറപ്പുണ്ടത്. പുള്ളി ഇത് വന്ന് കണ്ടിട്ട്, ഈ സാധനം വന്ന് കണ്ടിട്ട് ഇതൊന്ന് ഇതൊന്ന് ശരിക്കും എടുത്ത് ഇത് കണ്ട് ഇത് മുഴുവൻ ഇതുപോലെ ഇളകിയിരിക്കുക. ഞാനത് കൊണ്ട് ഇനി അത് കാണിക്കുന്നില്ല. അങ്ങനെ ഇവിടെ മുഴുവൻ ഈ ഭാഗം മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പിടി കിട്ടും. ഇത് കണ്ടോ, ഇതിങ്ങനെ ഇരിക്കുകയാണ്. ഇനി അതിൻ്റെ ബാക്കി വശം നോക്കാം. ബാക്കി വശം കംപ്ലീറ്റ് തേപ്പും പോകുന്ന ഇത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ അതിവിടെ വന്നു കഴിഞ്ഞാൽ മതിലിൻ്റെ കാര്യം പിന്നെ പറയാം. അതുപോലെ ഇവിടെ ഒരു മതിൽ ഇതാരോ സ്പോൺസർ ചെയ്തെന്ന് അന്ന് അറിയുന്ന ആരാന്നും എനിക്ക് വ്യക്തമല്ല. അവരുടെ നമ്പരും ഇല്ല, ഒന്നും അറിയില്ല. ഈ മതിലിന് പൈസ സ്പോൺസർ ചെയ്തതെന്ന് പറഞ്ഞാണ് അന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത്. എല്ലാം സ്പോൺസറിങ് എന്നാണ് ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഈ KHDC ചെയർമാൻ ഈ വീട് പണിയുന്ന അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരുന്നത്. ഇവിടെ ഈ മതിൽ നിങ്ങൾ കാണുക, ഈ മതിൽ കെട്ടി താഴെ നിന്ന് ഓളോ ബസ് കെട്ടി ഇത്രയും പൊക്കത്ത്, ഇത് എത്ര അടി പൊക്കം കാണും? 5-6 അടിയെങ്കിലും കാണുകയല്ലേ?
6 അടി 7 അടി പൊക്കത്തിലുള്ള മതിൽ ഇങ്ങനെയാണ് കെട്ടി വെച്ചത്. മൊത്തം മറിഞ്ഞ് നിൽക്കുക. ഞങ്ങൾക്ക് ഇവിടെ ഒരു ചെടി പോലും വെക്കാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞത് മറിഞ്ഞ് താഴെ പോകും. മറിഞ്ഞ് താഴെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ ദാനം തന്ന ബിഷപ്പിൻ്റെ പറമ്പിലോട്ട് അത് പോകും. പോയി കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ല ഇതൊക്കെ പേർക്ക് മാറ്റി വീണ്ടും കെട്ടാനായിട്ട്. അത് മര്യാദയ്ക്ക് ഒരു ചൊവ്വ അത് കെട്ടി വെച്ചിരുന്ന ഇത് പോവോ ഞാൻ കണ്ടോ. എന്നിട്ട് ഇവിടെ വെള്ളം വന്ന് മതിലിൻ്റെ സൈഡിലോട്ട് ഈ പ്രാവശ്യം തന്നെ അത് പോകും. അതുകൊണ്ട് ഞാൻ മേലാത്തിരുന്ന് ഞാൻ തൂമ്പ എടുത്ത് വെട്ടി ഇതിലേ വന്ന് ഇവർ വെച്ച് തന്ന ഓവ ആ ഓവത്തിൻ്റെ അതിൽ പോകാൻ വേണ്ടി ഞാൻ ഇവിടെ കുഴിച്ച് വെച്ചിരിക്കുക. അങ്ങോട്ട് പോകുമായിരുന്നത് മൊത്തം ഇടിഞ്ഞേനെ. അതുകൊണ്ട് ഈ പ്രാവശ്യം ഇങ്ങനെ നിൽക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ അതൊന്നും ചെയ്യാതെ അങ്ങനെ വെച്ചിട്ട് ചെടി പോലും ഞങ്ങൾക്ക് വയ്ക്കാൻ മേല. അത് മതിലിൻ്റെ കാര്യം അങ്ങനെ. മതിലിവിടെ ഫ്രണ്ട് ഇവിടെ ഇടിഞ്ഞിട്ടുണ്ട്, അവിടെ ഇടിഞ്ഞിട്ടുണ്ട്. അത് കെട്ടുമ്പോൾ തന്നെ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇത് കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അടിയിൽ സാധാരണ ഒരു മതിലോ അല്ലെങ്കിൽ ഒരു തറയെന്ന് പറഞ്ഞ സ്ഥലം കരിങ്കല്ല് കെട്ടിയിട്ട് അതിൻ്റെ പുറത്തെ കെട്ടത്തുള്ളൂ നമ്മൾ മനുഷ്യരാക്കി. അത് വല്ല പൊക്കം കുറഞ്ഞാണെങ്കിൽ ഇത് മാത്രം കെട്ടാം. അതൊന്നും അല്ലാതെ അടിയിൽ ഈ കട്ട കൊണ്ട് തന്നെ ഈ സിമെൻറ്റ് കട്ട കൊണ്ട് തന്നെ കെട്ടി ഇത്ര മണ്ണ് ഇട്ടപ്പോഴാണ് ഇത് പോകുന്നത്. അവർ തന്നെയാണ് മണ്ണ് വലിച്ചത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ പുല്ലൊന്നും വെട്ടി പറിക്കത്തില്ല, കൈകൊണ്ട് ഇങ്ങനെ പറിച്ചെടുക്കത്തുള്ളൂ. കാരണം മണ്ണിളകി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വീഴുന്ന വെള്ളം വന്ന് ഈ മതിൽ മൊത്തം പോകും. അതുകൊണ്ട് ഞാൻ ആ പുല്ലും ഇങ്ങനെ ചെത്തി വെച്ചിരിക്കും. ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്ന പറഞ്ഞ വെള്ളം അതിലേ പോകാതെ ഇടിഞ്ഞു പോകാതിരിക്കാനായിട്ട്. അങ്ങനെയൊക്കെ ഞങ്ങൾ നോക്കി വളരെ വിഷമിച്ച് ആണ് നമ്മൾ ഇവിടെ കഴിയുന്നത്. അന്നേരമാണ് സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്നുണ്ട് രേണു കള്ളം പറഞ്ഞ്. ഇനി ചോർച്ചയുടെ കാര്യം അത് രേണു പറഞ്ഞ ഭാഗം ഞാൻ കാണിക്കാം. ഇത് ഈ മേളത്തെ ഇങ്ങനെ ഈ 2 കൂര പോലെ പണിതിരിക്കുന്ന ഷോയും എല്ലാം നല്ലോണം വായു എല്ലാം കയറും. ഇവിടെ ഒരു ഗ്ലാസ് ഇട്ടിരുന്നെങ്കിൽ ഇവിടെ നിന്നുള്ള എറിച്ചിലകത്തോടെ അടിക്കത്തില്ല. അതിനി പോട്ടെ, ഒരു ഗ്ലാസ് ഇട്ടല്ല ഞങ്ങൾ പ്ലാസ്റ്റിക് വെച്ച് ഒട്ടിച്ചോളാം, അത് അവരുടെ കുറ്റം പറയുന്നില്ല. പക്ഷേ ഈ ഓട് ഇട്ടിരിക്കുന്ന ഇത് മേളിൽ ഒരു വീതി, താഴെ വീതി കുറവ്. അപ്പോൾ അവിടെ നിന്ന് ഓടിട്ട് ഇവർ നേരെ കിടക്കണതാണ്. ഓടിട്ട് അവിടം വരെ വന്നപ്പോഴത്തേക്കും വീതി കുറഞ്ഞു വരുന്നപ്പോൾ വെട്ടി ഓടിട്ട് അപ്പോൾ ഇടയ്ക്ക് പൊങ്ങി താന്ന് നിൽക്കുന്നത്. കാറ്റടിക്കുമ്പോൾ ഇതിൻ്റെ ഓടിൻ്റെ ഇടവഴി പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ഓടിൻ്റെ ഇടവഴി അതിനകത്ത് ആ മുറിയിലും വെള്ളം വീഴുന്നുണ്ട്. ഇതാ ഞങ്ങൾ ഈ നനയെന്ന് പറഞ്ഞാൽ അല്ലാതെ വാർക്ക നനയുന്നതിൻ്റെ കാര്യമല്ല. പിന്നെ വാർക്ക ഒരിടത്ത് ലീക്കുണ്ട്, അത് കാണിക്കാം. ഇപ്പം മഴയില്ലാത്ത കൊണ്ടാണ്. നല്ല മഴ വരുമ്പോൾ ഇങ്ങനെ അവിടെ ഒരു പൊട്ട് പോലെ ഇങ്ങനെ ഇത്രയും ഭാഗം ഈ ബീമിൻ്റെ അടി തൊട്ട് ഇവിടെ ഇങ്ങനെ ലീക്ക് വന്നിങ്ങനെ ഇത് കണ്ടോ, ഇതിൽ വെള്ളം ലീക്കുന്നത് ഇങ്ങനെ ഒരു ലീക്കുണ്ട്. അതല്ലാതെ കോൺക്രീറ്റ് വേറെ ഭാഗത്തൊന്നും ലീക്കുണ്ടെന്നോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യം സത്യസന്ധമായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വന്നിത് നോക്കുകയോ നിങ്ങൾ പൈസ മുടക്കിയവരാരെങ്കിലും ഇത് ഉത്തരവാദിത്തപ്പെട്ടുള്ളവർ നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ചത് നോക്കിയാൽ ഞാൻ പറയുന്നത് അല്ലെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളും പറഞ്ഞത് നേരാണോ എന്ന് നിങ്ങൾക്കറിയാം. ഇനിയിപ്പോൾ പുറകിട്ടു പിള്ളേർ നമുക്കല്ല ഞങ്ങളുടെ വീടല്ല ഈ കുഞ്ഞ്. ഈ 5 വയസ്സുകാരൻ്റെ കാര്യം ആര് പറയും? അവർ താമസിക്കേണ്ടതല്ലേ? അവനും കിച്ചും താമസിക്കേണ്ട വീടല്ലേ? ഇപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഇവിടെ അവനെ പഠിപ്പിക്കണം, അവനെ വളർത്തണം. അതുകൊണ്ട് ഞങ്ങളും കൂടെ ഇവിടെ നിൽക്കുന്നുള്ളൂ. അല്ല, ഞങ്ങളുടെ അല്ല വീട്. ഇനി ഇവിടെ ഇന്നലെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ കറുത്ത പാട് കാണുന്നത് എന്നാന്ന് പറഞ്ഞാൽ തേപ്പ് ഉൾപ്പെടെ വെള്ളം നനഞ്ഞ് ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺക്രീറ്റ്. ഇവിടം പോകാത്തതെന്ന് പറഞ്ഞാൽ ഷെയ്ഡ് ഇങ്ങനെ നിൽക്കുന്നു. ഷെയ്ഡിൻ്റെ തുമ്പ് തൊട്ട് പോകുമ്പം ഇവിടം പോകും. ഒരു വർഷം ഇനി തികയതല്ലേ മൊത്തം പോകാനായിട്ട്. അതുപോലെ മേളിൽ പാരപ്പറ്റ് തൊട്ട് ഇളകി മൊത്തം മേളിൽ നിന്ന് പോയിട്ട് 2 പാളിയായിട്ട് ഞാൻ ആ ഫ്രണ്ട് കൈകൊണ്ട് കാണിച്ച പോലെ പാളിയായിട്ട് ഇതിരിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ഇതിൻ്റെ അടിത്തറ കെട്ടിയതും ഭിത്തിയും കോൺക്രീറ്റും നല്ല പണിയായിരുന്നു. എനിക്കത് പറയാം. കാരണം എനിക്ക് പണി അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് അത് അന്തസ്സായിട്ട് തന്നെ അവർ പണിതിട്ടുണ്ട്. ബാക്കി ഈ തേപ്പ് ഞാൻ ചോദിച്ചിട്ട് അദ്ദേഹത്തിന് ഇത്ര പൈസ മുടക്കി ഇത് ചെയ്യുമ്പോഴത്തേക്കും ആ മണലിട്ട് സാധാരണ ചെയ്യുന്ന പോലെ മണലും അല്ലെങ്കിൽ പാറപ്പൊടി സിമെൻറ്റ് ഇട്ടും തേച്ച് വെച്ചിരുന്നെങ്കിൽ ഈ കുഴപ്പമുണ്ടാകും. അതുകൊണ്ട് ഇത് കാണിക്കാതെ ജനങ്ങളെ അറിയിക്കാനും. കാരണം അതുപോലെ സൈബർ ആക്രമണത്തിൽ രേണുവും പെട്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളെയും കൂടെ ആക്ഷേപിച്ചിരിക്കുക. അവിടെ നിന്ന് ഇറക്കി വിടണം അഭയാർത്ഥികളെ. എന്നെ അഭയാർത്ഥികളെ ഈ 6 വയസ്സുള്ള കുഞ്ഞിനെ വന്ന് നോക്കാൻ കഴിവുള്ള അത് ഉത്തരവാദിത്തപ്പെട്ടവൻ വരെ 6 ആയില്ല ആകട്ടെ വരട്ടെ, അവനെ ഉത്തരവാദിത്തപ്പെട്ടവർ വരട്ടെ. കിച്ചുവിനെ പോലെ തന്നെ കിച്ചുവിൻ്റെ അതേ രീതിയിലുള്ളൊരു കുഞ്ഞാണ് ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ. കിച്ചുവിന് 20 വയസ്സായി, അവൻ വലിയ കുട്ടിയായി. ഇളയ കുഞ്ഞ് 5 വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിച്ചോ, നിങ്ങൾ ഏറ്റെടുത്തോ. നിങ്ങൾ എന്നെ പറയുന്നത് എൻ്റെ പപ്പായെ പറയുന്നത് അമ്മയെ പറയുന്നത് നിങ്ങൾ ഏറ്റെടുത്തോന്നേ. മനസ്സിലായി? ഉത്തരവാദിത്തപ്പെട്ടവർ ഏറ്റെടുത്തോ. കാരണം നിങ്ങൾ പറയുന്നത് ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ആ കുഞ്ഞിനെ ഇവിടെ തന്നെ ഈ വീട്ടിൽ അങ്ങനെ നിർത്താൻ പറ്റും? ഞങ്ങളിവിടെ കിടക്കുന്നുണ്ട്, ഞങ്ങൾ അഭയാർത്ഥികൾ, എൻ്റെ വീട്ടുകാരിവിടെ കിടക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? പറയുന്നതിനൊരു മാന്യത വേണം. 10 മാസം ആയതേ ഉള്ളൂ. നിങ്ങൾ നോക്ക്. അതിനു മുമ്പേ പോയി ഞാൻ പറഞ്ഞത് ആരംഭത്തിലേ ഞാൻ പറഞ്ഞു ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക.
ഞാൻ രേണുവിൻ്റെ ചേച്ചി രമ്യ എന്നാണ് എൻ്റെ പേര്. ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് രേണുവിൻ്റെയൊക്കെ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്നതെന്ന് പറഞ്ഞ് കുറേ പ്രശ്നങ്ങളുണ്ടാകുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ രേണുവിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വീട് റെൻറ്റിനെടുത്ത് അവിടെയാണ് താമസിക്കുന്നത്. ആ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്നുവെച്ചാൽ ഞാനും ഹസ്ബൻഡും ജോലിക്ക് പോകുമ്പം മക്കൾ തന്നെയുള്ള വീട്ടിൽ അവിടെ പപ്പായും അമ്മയും ഉണ്ട്. കുഞ്ഞുങ്ങളെ 3 പേരെ പപ്പായും അമ്മയാണ് നോക്കുന്നത്. പിന്നെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ള ഞാൻ നേഴ്സാണ്. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ള സമയത്ത് മക്കൾ അവിടെയായിരിക്കും. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം രേണുവിൻ്റെ ഒക്കെ വീട്. ഈ മുറ്റത്ത് നിന്ന് നോക്കിയാൽ കാണാം. അതാണ് സുധിച്ചേട്ടൻ്റെ മക്കളുടെ വീട്. ഞങ്ങളിവിടെയാണ് താമസിക്കുന്നത്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റെൻറ്റിനെടുത്തേക്കുന്ന വീട്. അല്ലാതെ ഈ ആൾക്കാർ ഞങ്ങളെ പഴി പറയുന്ന പോലെ ഞങ്ങൾ അവർക്ക് കിട്ടിയതിനകത്ത് രേണുവിൻ്റെ ചേച്ചിയും മക്കളെ വരെ വളരെ മോശമായിട്ട രീതിയിൽ കുഞ്ഞുങ്ങളെ പറയുന്നുണ്ട്. വളരെ മോശമായിട്ട രീതിയിലാണ് ഈ 3 മക്കളെയും പറയുന്നത്. ഇത്രയൊക്കെ പഴി കേട്ടിട്ടും നമ്മളൊന്നും ചെയ്യാഞ്ഞിട്ട് അവിടെയാണ് ഞങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. കുഞ്ഞുങ്ങളെ അമ്മയും പപ്പായും നോക്കണമെന്നുള്ള ഒരൊറ്റ ഇതുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്. അല്ലാതെ ഈ ആൾക്കാർ പറയുന്ന പോലെ പിന്നെ ഋതപ്പനും വേണ്ടി ഈ കുഞ്ഞുങ്ങൾ 3 ഒരുമിച്ചായിരുന്നു വളർന്നത്. ഇവരൊരു ക്ലാസ്സിൽ, ഋതപ്പനും എൻ്റെ മോനും അവരൊരു ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞങ്ങൾ അങ്ങ് പോയി കഴിഞ്ഞ് ഈ കുഞ്ഞിനും ആരുമില്ല, ഇവരും ആരുമില്ല. അവർ 3 അതുപോലെ ഒന്നിച്ച് വളർന്ന മക്കളാണ്. അല്ലാതെ ഞങ്ങൾ ആരെയും വേർതിരിച്ചിട്ടുമില്ല, ഒന്നുമല്ല. ഞങ്ങൾ അവിടെ താമസിച്ചിട്ടുമില്ല. പിന്നെ ഇല്ലെന്ന് ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അങ്ങോട്ട് പോകും, അവരിങ്ങോട്ടും വരും. ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഈ മക്കളെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കണം. ഇതുപോലെ ഞാൻ മോശമായിട്ട് കമൻസ് ഇടുന്നവരോടൊരു അപേക്ഷയാണ്. ഞങ്ങൾക്കും ജീവിക്കണം. ഇത് ഈ 2 മീറ്റർ മേലുള്ള ഇത് അടിയിലൊന്നും ഇല്ലാതെ ചുമ്മാ കട്ട കെട്ട് പിടിച്ചാൽ നിൽക്കുമോ? ഏത് മനുഷ്യനാണ് അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? നമ്മളില്ലെങ്കിൽ മതിലില്ലെങ്കിൽ വേണ്ട, മതിൽ കിട്ടുന്നില്ല എന്നല്ലേ വയ്ക്കത്തുള്ളൂ. നമുക്കിപ്പോൾ അന്ന് അവർ വീട് മാത്രം വെച്ച് തന്നിട്ടുള്ളതെങ്കിൽ ഞങ്ങൾ ഈ മതിലിൻ്റെ കാര്യം മിണ്ടത്തില്ല. നമ്മളെ കൊണ്ട് ഇനിയിപ്പോൾ ഇത്ര അവർ ചെയ്യുന്നുള്ളൂ, ഞങ്ങൾ ബാക്കി ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ കിടക്കട്ടെ എന്ന് വയ്ക്കും. അപ്പോൾ അത് ചെയ്തു തരുമ്പോൾ ഒരു മനസാക്ഷിക്ക് ഒക്കെ വേണ്ട പെരുമാറണം. ഇതൊന്നും ഞങ്ങൾ കാണിക്കത്തും പറയത്തുമില്ലായിരുന്നു. ഇത് ഞങ്ങൾ പറഞ്ഞതാണോ? ഇത് പറഞ്ഞതാണോ കാണിക്കുന്നതാണോ? അപ്പോൾ ഇതൊക്കെ മറച്ചു വയ്ക്കാനായിട്ട് ഇതൊന്നും വെളി വരുന്നത്. രേണു സുധി പറയുന്ന കള്ളമാണ്, അവരുടെ വീട്ടുകാർ പറയുന്ന കള്ളമാണ്, ഞങ്ങൾ കൊല്ലംകാർ താമസിക്കാനാണ് വീടുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊന്നും ഒരു അർത്ഥവുമില്ല. അതുകൊണ്ട് ഇനിയിങ്ങനെ ആക്ഷേപങ്ങൾ നിർത്താതിരിച്ച് ഈ പിള്ളേർക്ക് ഈ തൃക്കൊടിത്താനം പഞ്ചായത്തിൽ എന്തെങ്കിലും പേരുണ്ടോ? ഈ വീടിൻ്റെ എന്തെങ്കിലും അനുഭവം അവിടെ ഉണ്ടോ? ആ നമ്പർ കിട്ടിയാലല്ലേ അങ്ങനെ വരുവുള്ളൂ. ഈ നാളെ ഈ ഘട്ടം ഈ കാലാവസ്ഥ എന്ത് ആയിക്കോട്ടെ, ഈ ഓടിട്ട ഭാഗം ഒരു ഭയങ്കരം കാറ്റാണ് ഇവിടെ. ഇത് അടിച്ച് പറിച്ച് കൊണ്ടുപോയെന്ന് വെച്ചു. നാളെ ഓട് പറന്ന് പോയതാണ്, ഒരു ഓട് പോയതാണ്. ആ ഓടൊക്കെ പറഞ്ഞും വെച്ചിട്ട് ഒന്നും വെച്ചിട്ടില്ല, തേച്ചിട്ടുമില്ല. ഓട് മാറി കിടന്ന് ആണി അടിച്ചാൽ ഓട് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആയിക്കോട്ടെ, അതൊന്നും ഇനി ഇവർ വന്ന് മെയിൻ്റെനൻസ് ചെയ്യാൻ ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾ നോക്കിക്കോളാം. ഒരു അപകടം വന്നാൽ ഇത് അടിച്ച് പറിച്ച് കാറ്റ്, വലിയ കാറ്റ് ഇവിടെ അടിച്ച് പറിച്ച് പൊക്കിക്കളഞ്ഞ് ആരുടെയെങ്കിലും തലയിൽ വീട് എന്തെങ്കിലും, അന്ന് ഫാൻ വീണ് എനിക്ക് എന്തെങ്കിലും പറ്റി, ഈ പഞ്ചായത്തുകാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മളവിടെ ചെന്ന പഞ്ചായത്തിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഉണ്ടോ? അപ്പോൾ ഒരു വീട് വെച്ച് തരുമ്പം അതാ നിസാര ആ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരാതെ ഞങ്ങളെ വെറും വെറും നികൃഷ്ട ജീവികളെ പോലെ എണ്ണുകയും അവിടെ താമസിക്കുന്ന കൊണ്ട് ഇവർക്ക് സങ്കടം, ഇയാൾക്ക് KHDC സങ്കടപ്പെട്ട കാര്യമില്ല. നിങ്ങൾ പണം മുടക്കി വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നന്ദി സ്നേഹവും ഞാൻ കൊണ്ടുവന്നേ. ഞങ്ങൾ ഇതുപോലെ അവിടെ കയറി ആക്ഷേപിച്ചുകൊണ്ട് മാത്രം ഇതിട്ടില്ലെങ്കിൽ മരണം വരെ മിണ്ടത്തില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഇവിടെ നിന്ന് പുള്ളി പോലെ പൊടിഞ്ഞ് നിൽക്കുന്ന പറഞ്ഞാൽ മേളിൽ ഈ പാരപ്പറ്റിൻ്റെ അവിടെ 2 സൈഡും ഇങ്ങനെ കെട്ടിയിട്ട് മേളിൽ തേച്ച് ഇത് മുഴുവൻ പോയിട്ട് 2 സൈഡും വിള്ളൽ ഞാൻ ആ സിറ്റൗട്ടിനവിടെ ഞാൻ പൊളിച്ച് കാണിക്കുന്ന പോലെ നിൽക്കുകയാണ് ഈ ഭിത്തിയുടെ ഇവിടെ. അപ്പോൾ ഈ അടിഭാഗം പോകാത്തതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ വെള്ളം ഇറങ്ങി കഴിയുമ്പോഴേ അത് പോകത്തുള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ബാക്കി ഒഴുകുന്ന ഭാഗം പോകുന്നുണ്ട്. അങ്ങനെ ഇത് മൊത്തം പോകുന്നേ പറഞ്ഞുള്ളൂ. അതിനെന്താ മാർഗ്ഗം എന്താ വെച്ചാൽ ഞങ്ങളെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. പിന്നെ ഇവിടെ താമസിക്കുക വേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യുമ്പോൾ ഞങ്ങളത് ചെയ്തോളാം, അതിന് കുഴപ്പമില്ല. പക്ഷേ ഇത്തരം കാര്യം ഞാൻ പറഞ്ഞത് സത്യസന്ധ കാര്യമാണ്, വോയിസ് അല്ല, കാണിച്ചിട്ടാണ് പറയുന്നതും കൂടെ ജനങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ഇനി ഇതിനെക്കുറിച്ച് വേറെ കാര്യമൊന്നും പറയാനില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ വഴി ഇടുകയോ ഇനി ഞങ്ങളെ ആക്ഷേപിക്കുകയോ ചെയ്തു, ഞങ്ങൾ വരുന്നില്ല. പിന്നെ ഇനിയും ഇതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് തന്നെ ഇവൻ എന്നാ പറയാൻ കാര്യമെന്ന് പറഞ്ഞ് കമ്മിറ്റി വന്നോട്ടെ. ഇവൻ എന്നാ കാര്യമെന്ന് ചോദിച്ചാൽ ഈ കുഞ്ഞൻ പറയത്തില്ല, അവന് വേണ്ടി ഞാൻ പറഞ്ഞു. അതുപോലെ രേണു പറയത്തില്ല, അവർക്ക് ആധികാരികമായിട്ട് ഇതിനെ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു, അത്രേ ഉള്ളൂ. നിവൃത്തികേട് കൊണ്ട് നിങ്ങളൊക്കെ കയറിയിരുന്ന് അവിടെ ഇരുന്ന് ചുമ്മാ രേണുവിനെ പറയുകയും അവൾ ഈ വീടിനെക്കുറിച്ച് എന്താ പറഞ്ഞത്, നിങ്ങളെക്കുറിച്ച് എന്ത് ഇതുവല്ല അവർ പറഞ്ഞായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പറഞ്ഞു ഇല്ലല്ലോ. മഴ നനയുന്നുണ്ട്. അപ്പോൾ അവരും കൂടെ വന്നിരുന്ന ഇന്നലെ ഇപ്പോൾ ചാറ്റലടിക്കുകയാണ്, നിങ്ങൾ അവിടെ വന്നിരിക്കും.
ആരെങ്കിലും ഇവിടെ നിന്ന് ഈ ലിവിങ്ങിൽ ആ കൂര കാണുന്നിടത്ത് അതിൻ്റെ കീഴിൽ വന്നിരുന്നേ ഒരു ഗ്ലാസ് ഇടുന്നുള്ളൂ. അത് ഞങ്ങൾ പ്ലാസ്റ്റിക് ഇട്ട് വേണമെങ്കിൽ ഒട്ടിച്ചോളാം. ഞങ്ങൾക്ക് പൈസ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഗ്ലാസ് ഇട്ടോളാം, അതിന് വലിയ വിലയാണെങ്കിൽ. പക്ഷേ ആ ഓട് ഇട്ടിരിക്കുന്നത് നിങ്ങൾ രീതി ഒന്ന് നോക്കി. പൊങ്ങിന്താന്ന് എനിക്ക് അതിൻ്റെ മേളിൽ കയറിയിടുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ ഈ മഴയും കൂടെ എങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ആ ഒരു ഓട് പറന്ന് പോയപ്പോൾ എടുത്തുകൊണ്ട് വന്ന് ഇടിച്ച് അയാൾക്ക് ഓടിൻ്റെ പണി അറിയുന്നൊരു പയ്യനാണ് ഇപ്പോൾ താമസിക്കുന്നത്. അവൻ പറഞ്ഞ് എന്തോ ഒരു പശയോ എന്തെങ്കിലും മേടിച്ച് വെച്ചിട്ട് എന്നെ വിളിച്ചാൽ മഴ മാറട്ടെ, ഞാൻ വന്ന് എല്ലാം ഓടുന്നത്. അങ്ങനെ അവൻ അന്ന് പൊങ്ങിയും താന്നിരുന്നതോട് കുറച്ചൊക്കെ അവൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ വെട്ടി നനയാതെ. അല്ലാതെ ലിവിങ്ങിലെ പിന്നെ TV ഞാനൊരു പ്ലാസ്റ്റിക് കവറുകൊണ്ട് പൊതിഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു മഴയത്ത്, രാത്രിയുള്ള കാറ്റും മഴയത്തും. രേണുവിനെ പൊളിച്ചടുക്കി. രേണുവിൻ്റെ കള്ളത്തരം വെളിവായി. ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു ഈ വീടിൽ ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു കാര്യം ഞങ്ങൾ പറയാത്തപ്പോൾ ചെറിയൊരു ലീക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആധികാരമായിട്ട് ഇപ്പോൾ ഇത് പറഞ്ഞു തരാൻ അവർക്ക് അറിയാവും. അല്ല, നിങ്ങൾക്ക് മനസ്സിലാവും ഇല്ലല്ലോ. വീടിൻ്റെ ഫ്രണ്ട് കാണുമ്പോൾ നല്ല ഇത് അടിപൊളി. ഈ അകത്ത് തുണി കിടന്നത് ആക്ഷേപമുള്ള നാട്ടുകാർ ഈ പുറം ഇതുപോലെ ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ അതിനെന്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യും? നിങ്ങളെന്ത് കമൻറ്റ് ചെയ്യും? ഈ ഒരു വർഷമായിട്ട് ഞാൻ മിണ്ടാതെ, എൻ്റെ വിഷമം കൊണ്ട് ഞാൻ മിണ്ടാതിരുന്നത്. എന്തിനാ നമ്മൾ പറയേണ്ട, അവർ ദാനം ചെയ്തതല്ലേ, നാട്ടുകാർ ഇനി ആർക്കെങ്കിലും ഇതുപോലെ ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ. പക്ഷേ എനിക്ക് ഇന്ന് ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ സാധിക്കും. നിങ്ങൾ ഇനിയെങ്കിലും ഇതുപോലെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഒരു അപകടം, മരണം, ഒരു അത്താണിയില്ലാത്ത ഒരു കുടുംബത്തിനല്ലേ, കുഞ്ഞുങ്ങൾക്ക് നിങ്ങളെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് അനുസരിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് പുണ്യം കിട്ടും. കാരണം നമ്മൾ ഒരു മനുഷ്യന് നന്മ ചെയ്താൽ നമുക്ക് വേറൊരു മനുഷ്യൻ നമ്മുടെ നന്മയിലേക്ക് വരും. പക്ഷേ ആ നന്മ പ്രവൃത്തിയെ കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാനല്ല നമ്മൾ നോക്കേണ്ടത്, അവർക്ക് നന്മയ്ക്ക് വേണ്ടി തന്നെ നമ്മളത് കരുതണം. അതുകൊണ്ട് ആർക്കും ഇങ്ങനെ വരാതെ ഇരിക്കട്ടെ. ഒരു മനുഷ്യന് പോലും ഇങ്ങനെ ഒരു ഭാവിയിൽ കുഞ്ഞുങ്ങൾ വീടില്ലാത്തൊരവസ്ഥ ആർക്കും വരരുത്. അതിനുള്ള സന്ദർഭം അങ്ങനെ ഉണ്ടെങ്കിൽ കൊടുക്കുന്നവർ കൊടുക്കരുതെന്നുള്ള അർത്ഥത്തില്ല, കൊടുത്താൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൊടുക്കുന്നവരൊന്ന് ശ്രദ്ധിക്കണമേ എന്ന് മാത്രം എനിക്കിപ്പം പറയാനുള്ളൂ. ഇത് ഇളകിപ്പോകും. ഞാൻ കാണിക്കാം. ഇളകിപ്പോകും. കണ്ടോ ഞാൻ ചുമ്മാ ഇതെങ്ങനെ ഇത് എത്ര ദിവസം നിൽക്കും നിങ്ങൾ തന്നെ പറ. ഇവിടെ നനയാത്ത സ്ഥലമാണ്. ഇത് കണ്ടോ അതിന് തെറി പറയുന്നവർ എപ്പോഴും തെറി പറയാം മക്കൾ. അതിന് നമുക്കെന്നാ, നമ്മുടെ സൗകര്യം ഇവിടെ ആര് താമസിക്കുന്നത്, അതിന് നിയമം അതല്ല ഞാൻ പറയുന്നത്. നിയമങ്ങൾ ഉണ്ടല്ലോ ഇവിടെ. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാതെ, അല്ലെങ്കിൽ നമുക്ക് വീടില്ലാതല്ല, നിങ്ങളുടെ വീട് അവിടെയുണ്ട്, കുഞ്ഞുങ്ങൾ ഇവിടെ നിൽക്കും, ചിലപ്പോൾ നിങ്ങൾ നിൽക്കും, ഞങ്ങൾ അവിടെ വന്ന് നിൽക്കും. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ അങ്ങോട്ടാണ് വരുന്നത്. കുറച്ച് ദിവസത്തിൽ ആരാ നമ്മളെ തടയുന്നത്? നിങ്ങളതിന് അത് വേദാറാകണ്ട. ഈ എന്താ പറയുന്നത്, നന്മ ചെയ്യുന്നവർ നന്മ ചെയ്യും, തിന്മ ചെയ്യുന്നവർ എന്ന് തിന്മയുടെ പുറത്തെ പോകുള്ളൂ. അവർക്ക് അതുകൊണ്ട് ആസ്വദിക്കാനുള്ള ഇതും അവർക്ക് അതിൻ്റെ നന്മ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞോട്ടെ ഈ യൂട്യൂബേഴ്സും ഇതുപോലുള്ള മനുഷ്യരും. അപ്പം ഇതൊക്കെയാണ് വീടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, വാർക്ക, ഭിത്തി കെട്ട, ഈ കരിങ്കല്ല് കെട്ട, അതെല്ലാം പിന്നെ ഈ 3 ഐറ്റവും നല്ല പണി തന്നെയായിരുന്നു. അതിനൊന്നും ഒരു കുഴപ്പവും ഞാൻ പറയുന്നില്ല. ആര് വന്ന് ചോദിച്ചാലും ഞാൻ പറയും. പിന്നെ ഈ തേപ്പെന്ന് പറയുന്ന സാധനം ഇതെങ്ങനെ നിൽക്കുമെന്ന് നിങ്ങൾ പറ. ഇനി എങ്ങനെ നിൽക്കും? അകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ നനയാത്ത കൊണ്ട് അങ്ങനെ ഇരിക്കുക. ഒരു ആണി അടിക്കത്തില്ല, ഒരു ഫോട്ടോ വയ്ക്കാൻ പറ്റത്തില്ല. ഒരു സാധനം ഞങ്ങൾ അടിച്ചിട്ടുമില്ല, ഒരു ആണി പോലും അടിച്ചിട്ടില്ല. കാരണം ആണി അടിച്ച ഒരു കലണ്ടർ അങ്ങനെ ചെയ്തില്ല. സാധാരണ വീടുകളിൽ എന്തായാലും ഇത് വല്ല വെച്ചിട്ട് 2 ആണി അടിച്ച സ്ക്രൂ ചെയ്തിട്ട് നമുക്ക് താഴെ. ഇത് അങ്ങനെ പേടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറഞ്ഞു, ഇവർ ആണിയൊന്നും അടിക്കരുത്, പൈപ്പൊക്കെ എതിരെ പോകുന്നപ്പോൾ ഫോട്ടോ വയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ. അപ്പോൾ പ്രത്യേകിച്ച് വയറിങ്ങുകാരെ കൊണ്ടുവന്നാണ് 2 ഫോട്ടോ ഞങ്ങളവിടെ വെച്ചത്. അതുകൊണ്ടാണ് ഈ സുധിയുടെ ഫോട്ടോ ഒക്കെ താഴെ വെച്ചിരിക്കുന്നത്. ഭിത്തിയിലോട്ട് വെക്കേണ്ട ഫോട്ടോ താഴെ വെച്ചിരിക്കുന്ന ഒരു കാര്യം. ഇനിയിപ്പോൾ ഒരു ഷോക്കേസോ എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. ഷോക്കേസ് എന്ന് പറഞ്ഞാൽ വലിയ ഇതൊന്നുമല്ല, ചുമ്മാ ഈ പ്ലൈവുഡ് കൊണ്ട് ആരെങ്കിലും വിളിച്ചൊരു 2 വീതിക്ക് ഈ സാധനങ്ങളൊന്ന് വെക്കാനുള്ള ഒരു ഫോട്ടോയൊക്കെ വെക്കാനുള്ള ഒരു ഇത് ഉണ്ടാക്കി ഞങ്ങൾ എടുത്തിട്ട് വേണം അതിനകത്ത് വെക്കാനായിട്ട്. അതിന് കുറ്റം വേറെ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ഇതൊന്നുമല്ല. ആ കുറ്റം പറയുന്നത് നിങ്ങൾ കുറ്റം പറയും. നിങ്ങൾ ഈ 5 വയസ്സുള്ളൊരു കൊച്ചിനെ നോക്കണം, അവൻ്റെ കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം. ഇത് ഈ കുറ്റം പറയുമ്പോൾ അവനാരാ ഇപ്പോൾ സംരക്ഷിക്കുന്നത്? അവന് വസ്ത്രം കൊടുക്കും? അവനാരെ കുളിപ്പിച്ച് ആരവനെ സ്കൂളിൽ കൊണ്ടുവിടും? നിങ്ങളാരെങ്കിലും ഈ യോഗ്യനായിട്ട് കയറി ചെയ്യുന്നൊരു യൂട്യൂബ് കൂടെ രേണുചേച്ചി അങ്ങനെ പറഞ്ഞു, രേണുചേച്ചി ഇങ്ങനെ പോയി, രേണുചേച്ചി അതാണ്, രേണുചേച്ചി ഇതാണ് എന്ന് പറഞ്ഞ യോഗ്യന്മാരായുള്ള യൂട്യൂബർമാരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എടാ, ഈ കുഞ്ഞിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുമോ? നിങ്ങൾ ഒരു വാക്കെങ്കിലും നിങ്ങൾ പറഞ്ഞോ? പിന്നെ എന്നാ യൂട്യൂബേഴ്സാടാ, നീയൊക്കെ ചെറുപ്പക്കാരാണ്, നിനക്കുമൊക്കെ മക്കളും ഒക്കെ ഉണ്ടാകും. അതുപോലെ പ്രായമുള്ള അപ്പനും അമ്മയാണെങ്കിൽ നിനക്കൊക്കെ ഉണ്ടെങ്കിൽ നീയൊക്കെ അത് പിന്നെ കരുതി വെച്ചോ. ഇതിനൊന്നും ഒരു മുടക്കവും ഈശ്വരൻ അനുവദിക്കത്തില്ല. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്.